അപ്പം ഞാൻ സോയാബീൻസ് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് 2 മണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ 2, 3, 4 പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറ്റി നല്ലോണം ഇങ്ങനെ കഴുകി പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വേണം. നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് 2 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ 3-4 പ്രാവശ്യം വെള്ളം മാറ്റി ഇങ്ങനെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് എല്ലാം പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഒരു 4 പ്രാവശ്യം കഴുകിയെടുക്കണം. വെള്ളം കളയണം. എന്നിട്ട് നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കണം കഷ്ണങ്ങളായിട്ട്. 2-3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. വലിയ ചെറുതൊക്കെ 2 കഷ്ണമാക്കി മുറിച്ചാൽ മതി. വലുത് 3 കഷ്ണമായിട്ട് മുറിക്കണം. അങ്ങനെ മുറിച്ചെടുക്കണം. ഞാനങ്ങനെ സോയാബീൻസ് അരിഞ്ഞ് നല്ല സൂപ്പറാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിരുമ്മി ഇതിൽ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങൾ ചേർത്ത് അടുപ്പത്ത് വയ്ക്കണം. പാത്രത്തിലിട്ട് ഇതിൽ തേങ്ങ കൊത്തിയെടുത്തതാണ്. തേങ്ങ കൊത്തിയെടുത്തിട്ട് പിന്നെ ഇതിന് കുറച്ച് ഗരം മസാല ഇടണം. ഇത് ഗരം മസാല പൊടിച്ചതാണ്. ഗരം മസാല പൊടിച്ചിട്ട് അതിന് ചേർന്ന മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിരുമ്മണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. നന്നായിട്ട് തിരിഞ്ഞ് കുക്കറിലിട്ട് അടുപ്പത്ത് വയ്ക്കട്ടെ. ഇത് മൂടി വയ്ക്കാം. ഇനി ഇത് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി കറിയാക്കാം. അപ്പോൾ നമ്മൾ സോയാബീൻ വെന്തിട്ടുണ്ട്. ചൂടായി നോക്കട്ടെ ഇതെന്തായിട്ടെന്ന് നോക്കട്ടെ. എന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല. വെള്ളമൊക്കെ പറ്റി നല്ല വളർന്നിട്ടുണ്ട്. ആയിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് പിന്നെ വെച്ച് കടുകിട്ട് അതുപറ്റി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി അരിഞ്ഞതിട്ട് വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, തക്കാളി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റണം. എനിക്ക് സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം എനിക്കിങ്ങനെ ഓരോരോ പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ഓർത്ത് അപ്പം എനിക്ക് പാടണം തോന്നി. അത് ഞാൻ പാടുകയാണ്. പണ്ട് കാലത്ത് പഠിച്ചൊരു പാട്ടാണ്. പള്ളിക്കൂടം വിട്ടു തുടങ്ങി പിള്ളേരുടെ വരവങ്ങു തുടങ്ങി, കേട്ടിയിലെയോ പട്ടാളക്കാർ നിരനിരയായി കൊട്ടിക്കൊണ്ടുവരുന്നൊരു ഘോഷം. കുട്ടികൾ പലരും വട്ടം പാഞ്ഞു, മുട്ടുകൾ തട്ടി വിലങ്ങനെ വീണു, ചന്തുക്കുട്ടന് ചുണ്ടുമുറിഞ്ഞു, ചിന്തിപ്പോയവനുടെ പുസ്തകമെല്ലാം. ശ്രീധരനുള്ളൊരു പെൻസില് പോയി, മാധവനുടെ കുട കീറിപ്പോയി, തങ്കപ്പൻ തല കുത്തി മറഞ്ഞു, ശങ്കരനുടെ കൈ പൊട്ടിഞ്ഞെരിഞ്ഞു, സൂക്ഷിക്കാഞ്ഞിട്ട് അപകടം ഈ വക കഷ്ടം വന്നു പിണഞ്ഞു, സൂക്ഷിക്കാഞ്ഞിട്ട് അപകടം ഈ വക കഷ്ടം വന്നു പിണഞ്ഞു. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. ഇത്ര കുരുമുളക് പൊടി, മുളക് പൊടി, ചുവന്ന മുളക് പൊടി, വറ്റൽ മുളക് പൊടിച്ചത് ഇട്ടൂട്ടം ചേർത്ത് നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കതിൽ സോയാബീൻസ് ഇട്ട് ഇളക്കാം. സോയാബീൻസ് ഇട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കണം. നല്ലോണം ഇളക്കി നല്ല ഇറച്ചിക്കറി പോലെയാവും. ഇറച്ചി വരട്ടിയെടുക്കണ കൂട്ട്. അപ്പം നമ്മുടെ സോയാബീൻസ് നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നല്ല രുചിയുണ്ടെന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും വന്ന് ടേസ്റ്റ് ആക്കിയിട്ട് ഈ വീഡിയോ എല്ലാവരും കണ്ട് എനിക്ക് കമൻ്റ് ഇടുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ.